നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദോശ ഉണ്ടാക്കിയ പറയും കഞ്ഞി മതിയെന്ന്. അതാണല്ലോ പ്രകൃതം. മോളൂട്ടി വാ, ഊരിക്കോ. എന്താ നോക്കുന്നേ? ആദ്യം ആദിയുടെ അമ്മൂമ്മ എവിടെ? ആ, അത് കൊള്ളാം. എല്ലാ ദിവസവും അവരോട് നിർത്തിയേക്കാൻ പറ്റുമോ? അവരവരുടെ വീട്ടിൽ പൊക്കോളാൻ ഞാൻ പറഞ്ഞു. സത്യമാണോ അമ്മൂട്ടി? അവരെ പറഞ്ഞു വിട്ടോ? പറഞ്ഞു വിട്ടതൊന്നുമല്ല മോളെ. ആദിയുടെ അച്ഛൻ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. അവരെ വിടണ്ടായിരുന്നോ അമ്മൂട്ടി? ഇവിടെ നിർത്തിയാ പോരായിരുന്നോ? അത് കൊള്ളാം. അവർക്ക് അവരുടെ വീട്ടിൽ പോണ്ടേ? എനിക്ക് സങ്കടമായി. മോള് വിഷമിക്കാതിരിക്കെ. ഇനി നമുക്ക് അവരുടെ വീട്ടിലേക്കും പോവാലോ. എങ്കി വാ, നമുക്ക് പോയിട്ട് വരാം. അത് കൊള്ളാം. ആദ്യം പോയി യൂണിഫോം ഒക്കെ മാറി കുളിച്ചിട്ട് വാ, എന്നിട്ട് വല്ലതും കഴിക്കും. ഞാൻ കുളിക്കേയില്ല, കഴിക്കേയില്ല. കുളിക്കുകയും വേണ്ട, കഴിക്കുകയും വേണ്ട. ആദ്യം സ്കൂളിലത്തെ ഇന്നത്തെ വിശേഷങ്ങൾ പറ. അമ്മൂട്ടി അത് കേക്കട്ടെ. അതെ, ഇന്നൊരു നല്ല വിശേഷം ഉണ്ടായി. പറ കേൾക്കട്ടെ. എന്താ അത്? ഇന്ന് സ്കൂളിൽ MK മാസ്റ്റർ വന്നായിരുന്നു. എന്നിട്ടെന്താ, എന്നെ ഓടിച്ച മുരളി മാസ്റ്റർ ഇല്ലേ, ആ മാസ്റ്ററിന് നല്ല വഴക്ക് കൊടുത്തു. ആണോ? അവസാനം മുരളി മാസ്റ്റർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി മോളെ ഓടിക്കില്ലാന്ന്. അത് കൊള്ളാലോ. MK മാസ്റ്റർ എന്താ ഗുണ്ടയാണോ? ഉടനെ വന്ന് ഭീഷണിപ്പെടുത്താൻ? ഗുണ്ടയൊന്നുമില്ല, പക്ഷെ എന്നെ കരയിപ്പിച്ച മാസ്റ്റർ വരും. പണ്ട് മായാവിന്റെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ അസൂയ. അല്ല, MK മാസ്റ്റർ വന്ന മുരളി മാസ്റ്ററോട് എന്താ പറഞ്ഞേ? അതിനാ MK മാസ്റ്ററിനോട് ചോദിച്ചു. ഞാൻ മാസ്റ്ററിന്റെ മോളെ പോലെയാണെന്ന് പറഞ്ഞു. മാസ്റ്റർ എന്റെ അച്ഛനെ പോലെയാണെന്ന് ചോദിച്ചപ്പോ മാസ്റ്റർ അതേന്ന് പറയുകയും ചെയ്തു. എന്താ അമ്മൂട്ടി? അമ്മൂട്ടിക്ക് എന്തിനാ ദേഷ്യം വന്ന? അതുപോലൊരു അച്ഛനുണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലായിരുന്നോ? നോക്കുമോളെ, നമുക്കുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കല്ല വേണ്ടത്. എനിക്ക് അച്ഛനില്ലെന്ന് പറയുമ്പോ അതിന്റെ പേരിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കുന്നേ? എല്ലാ കുട്ടികളും അവരുടെ അച്ഛന്റെ കാര്യം പറയുമ്പോ എനിക്ക് എന്തുമാത്രം സങ്കടം വരുമെന്നറിയോ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവിടെയുള്ള മുഴുവൻ ആൾക്കാര് മോളെ തന്നെയല്ലേ സ്നേഹിക്കുന്നേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് അമ്മൂട്ടി വിഷമിപ്പിക്കുന്ന എന്തിനാ മോളെ? ഞാൻ എന്റെ അമ്മൂട്ടിയോടല്ലേ പറഞ്ഞത്, ആന്റിയോടല്ലോ. ആന്റി എന്നെ വഴക്ക് പറയാൻ വരണ്ട. ഞാൻ ആന്റിയുടെ മോളല്ലല്ലോ. ആന്റിയുടെ മോളെ വഴക്ക് പറഞ്ഞാ മതി. എന്തൊക്കെയാ മഴ നീ വിളിച്ചു പറയുന്നത്? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്നെ ആരാ മഴ പഠിപ്പിച്ചെന്നത്? ഇതൊക്കെ നല്ല സ്വഭാവമാണോ? ഏത് സമയം മാലിനി ആന്റി എന്തിനാ എന്നെ വഴക്ക് പറയാൻ വരുന്നേ? മാലിനി ആന്റി വഴക്ക് പറഞ്ഞതല്ലോ, കാര്യം പറഞ്ഞതല്ലേ. മോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാലിനി ആന്റിക്ക് എന്തുമാത്രം വിഷമായെന്നറിയോ? അമ്മൂട്ടി ഇല്ലാത്തപ്പോ മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മാലിനി ആന്റി അല്ലേ? ആ മാലിനി ആന്റിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ മോക്ക്?
തെറ്റല്ലേ? തെറ്റാ. നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴും അവരെ വേദനിപ്പിച്ച് സംസാരിക്കരുത്. അത് നല്ല കുട്ടികളുടെ ലക്ഷണമല്ല. ചെന്ന് മാലിനി ആന്റിയോട് സോറി പറയേ. ഉം. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞ് ആന്റിയോട് സോറി പറയണം, കേട്ടല്ലോ? വേഗം ചെല്ല്. പറയാം. എന്താ മോളെ, എന്തു പറ്റി? സോറി ആന്റി. എന്തിന്? ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ആന്റിയെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. വഴക്ക് പറഞ്ഞപ്പോ എനിക്കങ്ങനെ പറയാൻ തോന്നി. അമ്മൂട്ടി പറഞ്ഞു ആന്റിക്ക് വിഷമമായി കാണുന്നു. വിഷമിക്കല്ലേ ആന്റി, എനിക്ക് ആന്റി ഒരുപാട് ഇഷ്ടാ. സോറി ആന്റി. ആന്റിക്ക് വിഷമമായ നമ്മൂട്ടി വെറുതെ പറഞ്ഞതാ. മോൾ അറിയാതെ പറഞ്ഞു എന്ന് ആന്റിക്ക് നന്നായിട്ട് അറിയാം. അതിന് മോളെന്തിനാ വിഷമിക്കുന്നത്? കൊച്ചിന്റെ അടുത്ത് വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞു കൊടുത്തതിന് ഈ സുന്ദരി ചേച്ചിക്ക് നല്ല വഴക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ. മോക്ക് ആന്റിയോട് സ്നേഹമാണെന്ന് ആന്റിക്ക് അറിയാം. പിന്നെന്താ കുഴപ്പം? മോള് വിഷമിക്കാതിരിക്കും. ആന്റിക്ക് പിണക്കമുണ്ട് എന്നോട്? ഒരു പിണക്കവും ഇല്ല. ഉമ്മ. ഇനി ആന്റിക്ക് ഒരു ഉമ്മ തന്നെ. ഉമ്മ. മോള് പൊക്കിയ മോളെ, ആന്റിക്ക് പിണക്കൊന്നുമില്ല കേട്ടോ. മഴമോള് അറിയാതെ പറഞ്ഞതാണെങ്കിലും അത് നിന്നെ എത്രത്തോളം വിഷമിപ്പിച്ചുവെന്ന് എനിക്ക് നന്നായി അറിയാം. വർഷം 5 കഴിഞ്ഞു. ഇനിയും നമുക്കൊരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്റേതെന്നും നിന്റേതെന്നും പറയാൻ നമ്മൾ മാത്രമായ അവസ്ഥ അല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും നമ്മൾ. ചിലർ അറിഞ്ഞുകൊണ്ട് പറയും, ചിലർ അറിയാതെ പറയും. എല്ലാം നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. അത് നമ്മുടെ വിധിയാണ്. അമ്മയെന്ന് നമ്മുടെ സ്വന്തം ചോരിൽ പിറന്നൊരു കുഞ്ഞ് വിളിക്കുന്നത് കേൾക്കാനുള്ള മോഹം നിനക്കുണ്ടാവും. അച്ഛ എന്നൊരു വിളി കേൾക്കാൻ എനിക്കും കൊതിയുണ്ട്. വിനിതയുടെ നേരത്തെ തലവേദന എടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ ടാബ്ലറ്റ് കഴിച്ചപ്പോ അതങ്ങ് മാറിയായിരുന്നു. എന്താ വിനിതേട്ടാ ഇത്? ടാബ്ലറ്റ് ഒന്നും കഴിച്ച് തലവേദന മാറ്റരുത്. ഒരു സ്ട്രോങ് ചായ കുടിക്കണം, അതിൽ മാറും. ഞാനേ വേഗം പോയി വിനിതേട്ടനൊരു ചായ ഇട്ടോണ്ട് വരാം. എനിക്ക് ചായയൊന്നും വേണ്ട, നീ ഇവിടെ ഇരിക്കേ. ദേ നോക്ക്, വിനിതേട്ടന് ചായ വേണോ വേണ്ടോ തീരുമാനിക്കുന്നതേ വിനിതേട്ടനല്ല, ഭാര്യയായ ഞാനാ, കേട്ടല്ലോ?